അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് വിയറ്റ്നാമിലെ ഹനോയിന്ന് നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് ഒരു താമരന്റെ വലിയൊരു തോട്ടം കാണാൻ വന്നിട്ടാണുള്ളത്. ഇതിന്റെ നടുവിലൊരു പാലം കണ്ടങ്ങള്, മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാലം. ഇത് നമ്മൾ ഒരുപാട് ഫോട്ടോസിലൊക്കെ കാണാറുണ്ട്, വാൾപേപ്പറിലൊക്കെ കാണാറുണ്ട്. അതിപ്പോ നമ്മൾ നേരിട്ട് കണ്ടു. ഇവിടെ ഒരുപാട് ആളുകളെ ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ വന്നിട്ടുണ്ട്. കപ്പിൾസ് അതിന് ചുറ്റി കിടക്കുന്ന അതിമനോഹരമായ മലനിരകളാണ്. അതിന്റെ ഏറ്റവും മുകളിൽ ഒരു മനോഹരമായ ടെമ്പിളും ഉണ്ട് അല്ലെ. ആ ടെമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധ്വാനിക്കണം. അതുകൊണ്ട് ഞങ്ങൾ താമരത്തോട്ടം കണ്ട് മടങ്ങാം അല്ലെ. 2 നിറത്തിലുള്ള താമരയാണ് ഇവിടെ ഉള്ളത്. അതെ, ഒന്ന് പിങ്ക് നിറത്തിലുണ്ട്, പിന്നെ വൈറ്റ് നിറമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പിങ്ക് അല്ല, വിടർന്ന് കഴിയുമ്പോൾ നിറം ഇത്തിരി കുറവാണ് ഇതിന്. ഇത് കണ്ടോ, ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോ അടിപൊളി കളറാ അല്ലേ. വിടർന്ന് കഴിയുമ്പോ ഒരു വൈറ്റ് ഷെയ്ഡ് വരുമ്പോ അത്ര ഒരു ഭംഗിയില്ല. ഇല്ല, പക്ഷെ വലിയ പൂവാണ്. ഇത് ഫുള്ള് വെള്ളത്തിലാട്ടുള്ളത്. ഇത് ഫുള്ള് കാണുന്നത് ഫുള്ള് വെള്ളമാണ്. ഇതിന്റെ അടിയിൽ നമ്മള് എന്താണെന്ന് പറയാ ആഫ്രിക്കൻ പായല് അല്ലേ, ചെറിയ ആഫ്രിക്കൻ പായല് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിമനോഹര കാഴ്ചകളാണ്. ചെറിയ സാധ്യതകളെ പോലും ടൂറിസ്റ്റ് ലൊക്കേഷൻ ആക്കി മാറ്റിയാണ്. അടിപൊളി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു സ്ഥലത്ത് പോയപ്പോല്ലേ വലിയ നെൽപ്പാടം കിട്ടും. ആ നെൽപ്പാടത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവര് നെല്ല് നടൂല്ലേ, നമ്മൾ ഞാറ് നടുവല്ലോ, അതിന് ടിക്കറ്റ് വാങ്ങിയിട്ട് ഞാറ് നടാനുള്ള സൗകര്യം വിദേശികൾക്ക് കൊടുക്കും. തൊട്ടപ്പുറത്തുള്ള രാജ്യമുണ്ട്, അതായത് ഇതിനോട് ചേർന്ന ഒരു രാജ്യമുണ്ട് ലാവോസ്. അവര് ഇതുപോലെ ഫീൽഡില്, അതായത് വയലില് അവര് ചേർന്ന് വെച്ചാൽ ഇതുപോലെ നടപ്പാതെ വെച്ചിട്ട് വീടുകൾ വെച്ചേക്കാണ്. അതായത് റെന്റിന് കൊടുക്കുകയാണ്. കൃഷിയൊന്നും ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കും അവര്. ചെറിയ ചെറിയ സാധ്യതകൾ വരെ ഇവര് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയില്ലേ, വലിയ സംഭവമാക്കി മാറ്റി. നമ്മളൊരു ഗ്രാമം കാണാൻ പോയി, അവിടെ ഹോഴ്സ് റൈഡിങ്, അവരുടെ നാട്ടിലത്തെ ഫ്രൂട്ട് തന്നെ ഒന്നുമില്ല. പിന്നെ എന്താ വാട്ടർ കോക്കനട്ട് പറഞ്ഞിട്ടൊരു സാധനം, അത് അവര് സെയിലിന് വെച്ചിട്ടുണ്ട്. അവിടെ ചളിവെള്ളത്തിൽ തോണി ഉണ്ടാക്കിയിട്ട് തോണിയിൽ യാത്ര. അപ്പൊ ഇത്തരം ഒരു മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോ നിങ്ങളീ മഴ കാണിക്കാന്ന് കരുതി. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണുന്നത് വരെ അപ്പൊ മറ്റൊരു അടിപൊളി വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതെ, മറ്റൊരു വീഡിയോയിൽ നാം വീണ്ടും കാണുന്നവരെ. അപ്പൊ ഇതുവരെ എന്നെ കേട്ട ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നു